വിഷ്ണോ കർമാണി സംപശ്യത മനസി സദാ യൈ സ ധർമാനബധ്നാദ്യാനീന്ദ്രസ്യൈഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാതനോക്ഷേമകാരീ വീക്ഷന്തേ യോഗസിദ്ധാഃ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്ര ജാഗരൂകാഃ കൃതബഹുനുതയോ യച്ഛ നിർഭാസയന്തേ. വിഷ്ണോ കർമാണി സംപശ്യത മനസി സദാ യൈ സ ധർമാനബധ്നാദ്യാനീന്ദ്രസ്യൈവ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാതനോക്ഷേമകാരീ വീക്ഷന്തേ യോഗസിദ്ധാഃ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്ര ജാഗരൂകാഃ കൃതബഹുനുതയോ യച്ഛ നിർഭാസയന്തേ. 99-ാം ദശകം 4-ാം ശ്ലോകമാണ് ഇപ്പൊ ചൊല്ലിയത്. ശ്ലോകം വിസ്തരിക്കുമ്പോൾ സ യൈഹി ധർമാൻ അബധ്നാത്. ശ്ലോകത്തിൽ പറയണു സ യൈഹി ധർമാൻ അബധ്നാത്. അതായത് അവൻ ഏത് പ്രവൃത്തികൾ കൊണ്ട് ധർമ്മങ്ങളെ ബന്ധിച്ച് ഉറപ്പിച്ചുവോ എന്നാണ്. സ യൈഹി ധർമാൻ അബധ്നാത്. അവൻ ഏത് പ്രവൃത്തികൾ കൊണ്ട്, ധർമാൻ അബധ്നാത് എന്ന് പറയുമ്പോൾ ധർമ്മങ്ങളെ ബന്ധിച്ച് ഉറപ്പിച്ചുവോ. സ യൈഹി ധർമാൻ അബധ്നാത്. അവൻ ഏത് പ്രവൃത്തികൾ കൊണ്ട് ധർമ്മങ്ങളെ ബന്ധിച്ച് ഉറപ്പിച്ചുവോ. ഏഷ ഇന്ദ്രസ്യ ഭൃത്യ ഇവ പ്രിയ സഖ ഇവ ച ക്ഷേമകാരി യാനി വ്യതനോത്. യാനി വ്യാതനോത് എന്നാണ്. അപ്പോ ഏഷ ഇന്ദ്രസ്യ ഭൃത്യ ഇവ പ്രിയ സഖ ഇവ ച ക്ഷേമകാരി യാനി വ്യാതനോത് എന്ന് പറയുമ്പോ ഇവൻ ഇന്ദ്രന്റെ ഭൃത്യൻ എന്ന പോലെയും പ്രിയ സഖ ഇവ ച എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവനായ സ്നേഹിതൻ എന്ന പോലെയും ക്ഷേമകാരി യാനി വ്യാതനോത് ക്ഷേമത്തെ ചെയ്ത് ഏതെല്ലാം പ്രവൃത്തികളെ ചെയ്തുവോ. അപ്പോ ഏഷ ഇന്ദ്രസ്യ ഭൃത്യ ഇവ പ്രിയ സഖ ഇവ ച ക്ഷേമകാരി യാനി വ്യാതനോത് എന്ന് പറയുമ്പോൾ ഇവൻ ഇന്ദ്രന്റെ ഭൃത്യൻ എന്ന പോലെയും പ്രിയപ്പെട്ടവനായ സ്നേഹിതൻ എന്ന പോലെയും ക്ഷേമകാരി യാനി വ്യാതനോത് എന്ന് പറയുമ്പോൾ ക്ഷേമത്തെ ചെയ്ത് ഏതെല്ലാം പ്രവൃത്തികളെ ചെയ്തുവോ. യോഗസിദ്ധാഃ സമ്യക് പ്രകാശം യസ്യ പരപദം അനിശം വീക്ഷന്തേ എന്ന് പറയുന്നു. യോഗസിദ്ധാഃ സമ്യക് പ്രകാശം യസ്യ പരപദം അനിശം വീക്ഷന്തേ എന്ന് പറയുമ്പോൾ യോഗം കൊണ്ട് ഐശ്വര്യം നേടിയ മഹാത്മാക്കളായ മുനിമാർ സമ്യക് പ്രകാശം എന്ന് പറയുമ്പോൾ നന്നായി പ്രകാശിക്കുന്ന യസ്യ പരപദം അനിശം വീക്ഷന്തേ
യാതൊരുത്തന്റെ സർവോത്കൃഷ്ടമായ സ്ഥാനത്തെ എല്ലായ്പ്പോഴും കാണുന്നുവോ എന്നാണ്. അപ്പോൾ യോഗസിദ്ധാഃ സമ്യക് പ്രകാശം യസ്യ പരപദം അനിശം വീക്ഷന്തേ എന്ന് പറയുമ്പോൾ യോഗം കൊണ്ട് ഐശ്വര്യം നേടിയ മഹാത്മാക്കളായ മുനിമാർ നന്നായി പ്രകാശിക്കുന്ന യാതൊരുത്തന്റെ സർവോത്കൃഷ്ടമായ സ്ഥാനത്തെ എല്ലായ്പ്പോഴും കാണുന്നുവോ എന്നാണ്. യസ്യ പരപദം അനിശം വീക്ഷന്തേ എന്ന് പറയുമ്പോൾ യാതൊരുത്തന്റെ സർവോത്കൃഷ്ടമായ സ്ഥാനത്തെ എല്ലായ്പ്പോഴും കാണുന്നുവോ. പിന്നെ യത് വിപ്രേന്ദ്രാഹ ജാഗരൂകാഹ എന്ന് പറയുന്നു. യത് വിപ്രേന്ദ്രാഹ ജാഗരൂകാഹ എന്ന് പറയുമ്പോൾ യാതൊന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വളരെയധികം ശ്രദ്ധയോടുകൂടി എന്നാണ്. യത് വിപ്രേന്ദ്രാഹ ജാഗരൂകാഹ എന്ന് പറയുമ്പോൾ യാതൊന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വളരെയധികം ശ്രദ്ധയോടുകൂടി, ജാഗരൂകാഹ എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൃത ബഹുനൂതയ നിർഭാസയന്തേച്ച, കൃത ബഹുനൂതയ നിർഭാസയന്തേച്ച എന്ന് പറയുമ്പോൾ അനേകം സ്തോത്രങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തുന്നുവോ എന്നാണ്. കൃത ബഹുനൂതയ നിർഭാസയന്തേച്ച എന്ന് പറയുമ്പോൾ അനേകം സ്തോത്രങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തുന്നുവോ എന്നാണ്. അപ്പോ യത് വിപ്രേന്ദ്രാഹ ജാഗരൂകാഹ കൃത ബഹുനൂതയ നിർഭാസയന്തേച്ച എന്ന് പറയുമ്പോൾ യാതൊന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വളരെയധികം ശ്രദ്ധയോടുകൂടി കൃത ബഹുനൂതയ നിർഭാസയന്തേച്ച അനേകം സ്തോത്രങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തുന്നുവോ. വിഷ്ണോഃ കർമാണി സദാ മനസി സംപശ്യത. വിഷ്ണോഃ കർമാണി സദാ മനസി സംപശ്യത എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആ കർമ്മങ്ങളെ എല്ലായ്പ്പോഴും നിങ്ങൾ മനസ്സിൽ കണ്ടാലും എന്നാണ്. വിഷ്ണോഃ കർമാണി സദാ മനസി സംപശ്യത എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആ കർമ്മങ്ങളെ എല്ലായ്പ്പോഴും നിങ്ങൾ മനസ്സിൽ കണ്ടാലും. ഒരു പ്രാവശ്യം കൂടി പറയാം. സ യൈഹി ധർമാൻ അബധ്നാത്, സ യൈഹി ധർമാൻ അബധ്നാത് അവൻ ഏത് പ്രവൃത്തികൾ കൊണ്ട് ധർമ്മങ്ങളെ ബന്ധിച്ച് ഉറപ്പിച്ചുവോ. ഏഷ ഇന്ദ്രസ്യ ഭൃത്യ ഇവ പ്രിയസഖ ഇവ ച ക്ഷേമകാരി യാനി വ്യാതനോത്. ഇവൻ ഇന്ദ്രന്റെ ഭൃത്യൻ എന്ന പോലെയും വളരെ പ്രിയപ്പെട്ടവനായ സ്നേഹിതൻ എന്ന പോലെയും ക്ഷേമകാരി യാനി വ്യാതനോത് ക്ഷേമത്തെ ചെയ്ത് ഏതെല്ലാം പ്രവൃത്തികൾ ചെയ്തുവോ. യാനി വ്യാതനോത് എന്നൊക്കെ പറയുമ്പോൾ ഏതെല്ലാം പ്രവൃത്തികളെ ചെയ്തുവോ. പിന്നെ പറയുന്നു യോഗസിദ്ധാഃ സമ്യക് പ്രകാശം യസ്യ പരപദം അനിശം വീക്ഷന്തേ. യോഗം കൊണ്ട് ഐശ്വര്യം നേടിയ മഹാത്മാക്കളായ മുനികൾ നന്നായി പ്രകാശിക്കുന്ന, സമ്യക് പ്രകാശം എന്ന് പറയുമ്പോൾ നന്നായി പ്രകാശിക്കുന്ന യസ്യ പരപദം അനിശം വീക്ഷന്തേ യാതൊരുത്തന്റെ സർവോത്കൃഷ്ടമായ സ്ഥാനത്തെ എല്ലായ്പ്പോഴും കാണുന്നുവോ. യസ്യ പരപദം അനിശം വീക്ഷന്തേ യാതൊരുത്തന്റെ സർവോത്കൃഷ്ടമായ സ്ഥാനത്തെ
എല്ലായ്പ്പോഴും കാണുന്നുവോ? പിന്നെ പറയണു വിപ്രേന്ദ്രാഹ ജാഗരൂകാഹ കൃതബഹുനുതയ നിർഭാസയന്തേ ച. വിപ്രേന്ദ്രാഹ ജാഗരൂകാഹ കൃതബഹുനുതയ നിർഭാസയന്തേ ച എന്ന് പറയുമ്പോൾ യത് വിപ്രേന്ദ്രാഹ ജാഗരൂകാഹ എന്നുണ്ട്. കൃതബഹുനുതയ നിർഭാസയന്തേ ച എന്ന് പറയുമ്പോൾ യാതൊന്ന്. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വളരെയധികം ശ്രദ്ധയോടുകൂടി അനേകം സ്തോത്രങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തുന്നുവോ ആ വിഷ്ണുവിൻ്റെ കർമ്മങ്ങളെ എന്നാണ്. വിഷ്ണോഹോ കർമാണി സദാ മനസ്സി സമ്പശ്യത എന്ന് പറയുമ്പോൾ ആ വിഷ്ണുവിൻ്റെ കർമ്മങ്ങളെ എല്ലായ്പ്പോഴും മനസ്സിൽ കണ്ടാലും. വിഷ്ണോഹോ കർമാണി സദാ മനസ്സി സമ്പശ്യത എന്ന് പറയുമ്പോൾ ആ വിഷ്ണുവിൻ്റെ കർമ്മങ്ങളെ എല്ലായ്പ്പോഴും നിങ്ങൾ മനസ്സിൽ കണ്ടാലും.